വൈകിയെങ്കിലും കുടം തുറന്ന് പുറത്തിറങ്ങിയ ഭൂതം പോലെയായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. തലകൾ ഉരുണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇതിനകം തന്നെ 18 സിനിമാ പ്രവർത്തകർക്കെതിരെ നടന്മാർ, സാങ്കേതിക പ്രവർത്തകർക്ക് ഉൾപ്പെടെ 18 പേർക്കെതിരെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചല്ലോ പിണറായി സർക്കാർ. കേസെടുത്തു കഴിഞ്ഞു. ആ 18 പേരിൽ പ്രമുഖരാണ്, ചെറിയ ആൾക്കാരൊന്നുമല്ല. എല്ലാ പേരും ഞങ്ങൾ പറയുന്നില്ലെങ്കിലും നടൻ സിദ്ദിഖ്, നടൻ മുകേഷ്, കൊല്ലം MLA, ജയസൂര്യ നടൻ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, നിർമ്മാതാവ് ചന്ദ്രശേഖർ, അഡ്വക്കേറ്റ്സ് സെൽ കോൺഗ്രസിൻ്റെ നേതാവ്. അങ്ങനെ ഇതിനകം തന്നെ 18 പേർക്കെതിരെ പോലീസ് പല പോലീസ് സ്റ്റേഷനിലായിട്ട് ഈ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു കഴിഞ്ഞു. മിക്ക കേസുകൾ എടുത്തിരിക്കുന്നത് സിദ്ദിഖിനെതിരെയും മുകേഷിനെതിരെയും ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മിനിമം 8 വർഷം 7-8 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതിന് അന്വേഷണം നടന്നിട്ട് കോടതിയാണ് അതൊക്കെ തീരുമാനിക്കുന്നത്, നമുക്കറിയാമല്ലോ. പക്ഷേ ഈ റിപ്പോർട്ട് മലയാള സിനിമയെ പിടിച്ചുലയ്ക്കുകയാണ്. അതായത് കുടം തുറന്നു വന്ന ഭൂതമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് ഞങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ്. മാത്രമല്ല, മുകേഷിന് കുരുക്ക് വേറെയുമുണ്ട്. മുകേഷിൻ്റെ മുൻ ഭാര്യ സരിത, സിനിമ നടി സരിത പറഞ്ഞിട്ടുള്ള വെളിപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ, അതായത് ഗർഭിണിയായിട്ടിരിക്കുമ്പോഴും തൻ്റെ വയറ്റത്ത് തൊഴിക്കുകയും തന്നെ മർദ്ദിക്കുകയും ചെയ്ത ആളാണ് മുകേഷ് എന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന വിഷയം എന്ന് പറയുന്നത്, മുകേഷിനെ സംരക്ഷിക്കാൻ CPM ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ ജില്ലാ ഘടകം, CPM കൊല്ലം ജില്ലാ ഘടകം തന്നെ മുകേഷിന് എതിരായിരിക്കും. ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും 1.5 ലക്ഷത്തോളം വോട്ടിന് മുകേഷ് തോറ്റുപോയി. മുകേഷ് പാർട്ടിയുമായിട്ട് സഹകരിക്കുന്നില്ല. പിന്നെ അദ്ദേഹം പാർട്ടി മെമ്പറല്ല. മുകേഷ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചെങ്കിലും, കൊല്ലത്ത് മത്സരിച്ചെങ്കിലും, നിലവിൽ MLA ആണെങ്കിലും അദ്ദേഹം പാർട്ടി മെമ്പറല്ല. അപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മുകേഷിന് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സൂചന. കാരണം വളരെ കുരുക്ക് ഉള്ള ഒരു കേസാണ് മുകേഷിനെതിരെ വന്നിരിക്കുന്നത്. ഇതിനകം തന്നെ ഈ സർക്കാർ രൂപീകരിച്ച സമഗ്ര സിനിമാ നയത്തിൻ്റെ കരട് തയ്യാറാക്കാനൊരു സർക്കാർ രൂപീകരിച്ചൊരു സമിതിയുണ്ട്. ആ സമിതിയിലെ അംഗമാണ് മുകേഷ്. അപ്പം മുകേഷിനോട് ഇതിനകം തന്നെ ആ കമ്മിറ്റിയുമായിട്ട് നിങ്ങൾ സഹകരിക്കരുത്, മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞു, സർക്കാരും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം മുകേഷിനെ പിന്തുണച്ചുകൊണ്ട് ഇനി പാർട്ടി രംഗത്ത് വരുന്നില്ല. അതിൻ്റെ അർത്ഥം മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. ഇപ്പം EP ജയരാജൻ, പാർട്ടി നേതാവ്, LDF കൺവീനർ, പറഞ്ഞത് ഒരു കാര്യം, കോൺഗ്രസിലെ 2 MLA-മാർക്കെതിരെ ലൈംഗിക ആരോപണം ഉണ്ടല്ലോ, അവർ രാജിവെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് മുകേഷൻ രാജിവെക്കണ്ട എന്ന് പറയുന്ന ഈ മുടന്തൻ ന്യായമൊന്നും ഇവിടെ വിലപ്പോവില്ല. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് നിലപാടുണ്ടാവണം. തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. സ്ത്രീ പീഡനം നടത്തുന്നവന് നിയമപ്രകാരമുള്ള ശിക്ഷ ഉറപ്പാക്കണം. അതിന് പാർട്ടിക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കോൺഗ്രസ്സുകാരെന്ത് ചെയ്തെന്ന് വെച്ച് ഞങ്ങൾ ഇതൊക്കെ അങ്ങ് ചെയ്യുമെന്ന് പറയുന്നത് അതൊന്നും വിലപ്പോവില്ല. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. അപ്പോൾ ഇതിനകത്തുള്ള പോംവഴി ഇത്രയേ ഉള്ളൂ, മുകേഷിനെ സംരക്ഷിക്കാൻ ഇനി പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കൊല്ലം ജില്ലാ കമ്മിറ്റി, ജില്ലാ നേതൃത്വം അത് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. സംസ്ഥാന നേതൃത്വവും അത് അംഗീകരിക്കുന്ന നിലപാടാണ്. അപ്പോൾ ആദ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത നിലപാട് മുകേഷ് തൽക്കാലം MLA സ്ഥാനം രാജിവെക്കണ്ട എന്നാണ്. പക്ഷേ അത് കുറച്ച് ദിവസം മുമ്പാണ്. ഇപ്പോൾ സിറ്റുവേഷൻസ് മാറി, കേസ് ബലപ്പെട്ടു, കുരുക്ക് കൂടി, കുരുക്ക് വലുതായി. മുകേഷിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇനിയിപ്പോൾ CPM-നില്ല. അപ്പോൾ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പാർട്ടി അത് ആവശ്യപ്പെടേണ്ടി വരും. അധിക നാൾ മുകേഷിനെ സംരക്ഷിച്ച് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. കാര്യങ്ങളുടെ പോക്ക് ആ ഗതിയിലേക്കാണ്. പിന്നെ ഈ പറയുന്ന
മറ്റൊരു കാര്യം ഇതോടൊപ്പം പാർവതി തിരുവോത്ത് നടിയുടെ ഒരു പോസ്റ്റ് ഏറ്റവും വന്നിട്ടുണ്ട്. ഈ ഒരാൾ കോട്ടും തയ്ച്ച ഒരാൾ രംഗത്ത് വന്നു കഴിഞ്ഞ് അടുത്ത ചലച്ചിത്ര അക്കാദമി ചെയർമാനാവാൻ. ആരാണ്? ഷാജി എൻ കരുൺ. അദ്ദേഹം വലിയ ഫിലിം മേക്കറാണ്, വലിയ സംവിധായകനാണ്, വലിയ ക്യാമറാമാനാണ്. ഒട്ടേറെ അവാർഡുകൾ നേടി. അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് പിറവി എന്ന സിനിമ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വളരെ മികച്ച ഒരു കലാകാരനാണ്, സിനിമാറ്റോഗ്രാഫർ, അതുപോലെ സംവിധായകൻ. വളരെ മികച്ച ഒരു റെക്കോർഡാണ് ഷാജി എൻ കരുണിനുള്ളത്. അദ്ദേഹം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പുതിയ നിലവിൽ ഇപ്പോഴും വീണ്ടും പ്രസിഡന്റ് കൂടിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം അതുകൂടാതെ ഇപ്പോൾ കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനാണ്. 100,000 ഉത്തരവാദിത്വങ്ങളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞ വാചകം അതാണ് തമാശ. സർക്കാർ ആവശ്യപ്പെട്ടാൽ അക്കാദമി അധ്യക്ഷ സ്ഥാനം, ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഷാജി എൻ കരുൺ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഷാജി സാറിനോട് ഞങ്ങൾ പറഞ്ഞത്, സാറേ ഒന്നും മാറി നിൽക്കും, സാറിന് ഇപ്പം തന്നെ ഇത്രയും ഉത്തരവാദിത്വങ്ങളുണ്ട്, പുതിയ ആരെങ്കിലും വരട്ടെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു, ബീന പോൾ വന്നാലും ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ മറ്റൊരു പേര് സജസ്റ്റ് ചെയ്തിരുന്നു, അത് മറന്നു പോകരുത്. ദീപിക സുശീലൻ്റെ പേര് ഞങ്ങൾ പറഞ്ഞിരുന്നു. യുവനിര വരട്ടെ, എല്ലാം നിങ്ങളങ്ങ് കൈയടക്കി വെച്ചാൽ ശരിയാവും. പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ 1ാം സർക്കാരിലെ മന്ത്രിമാരെല്ലാം മാറിയില്ലേ? പിണറായി ഒഴിച്ച് എല്ലാവരും മാറിയില്ലേ? CPM-ലെ മന്ത്രിമാരുടെ കാര്യമാണ് പറയുന്നത്. പുതിയ മന്ത്രിമാർ വന്നില്ലേ? പുതിയ തലമുറ വന്നില്ലേ 2ാം പിണറായി സർക്കാരിന്? നമ്മളിങ്ങനെ എന്തിനാ കടിച്ചു തൂങ്ങുന്നത് ഓരോ പദവിക്ക് വേണ്ടി? ഇപ്പം തന്നെ ഷാജി സാറിന് ഇഷ്ടം പോലെ പദവികളുണ്ട്. അതിനോട് ഞാനിനി ഒന്നുകൂടി അക്കാദമി ചെയർമാൻ കൂടി ആവണം എന്ന് ആഗ്രഹിക്കുന്നത് അതിത്തിരി കടന്ന കൈയല്ലേ എന്നാണ് പാർവതി തിരുവോത്ത് ചോദിച്ചത്. ഒരു സ്ത്രീ അവിടെ കയറിയിരുന്ന എന്താ കുഴപ്പം എന്നാണ് പാർവതി തിരുവോത്തിൻ്റെ പോസ്റ്റ് ഏറ്റവും ഒടുവിലത്തെ. കാരണം ഈ വിഷയം, അതിജീവിത നടിയുടെ വിഷയം ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയതിലും WCCയുടെ ഇതിലും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലുമൊക്കെ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന നടിയുടെ നിലപാടുകളുണ്ട് അതിനകത്ത്. പാർവതി തിരുവോത്ത് മാത്രമല്ല, മഞ്ജു വാര്യർ പോലെ ഒട്ടേറെ ഒരു 8-10ഓളം നടികളുടെ WCCയുടെ ഭാരവാഹികളുടെ ശക്തമായ നിലപാട് അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, പാർവതി തിരുവോത്ത് പറയുകയാണ്, സാറ് ഒന്ന് മാറി നിൽക്കൂ, ഒരു സ്ത്രീ അവിടെ വന്നിരുന്നാൽ എന്താ കുഴപ്പം ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സണായിട്ട്? ഇപ്പം അമേരിക്കൻ, ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായ, ഏറ്റവും വലിയ സമ്പന്ന രാജ്യം, ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അടുത്ത പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നത് ഒരു ഇന്ത്യൻ വംശജയായ ഒരു സ്ത്രീയാണ്, കമലാ ഹാരിസ്. എന്നിട്ട് ഇവിടെ അക്കാദമിയിൽ ഞാൻ ഇനിയും അങ്ങ് കയറിയിരിക്കാൻ തയ്യാറാണ്, സർക്കാർ ആവശ്യപ്പെട്ടാൽ. എന്തൊരു മനസ്കത എന്നാണ് പാർവതി തിരുവോത്ത് അതിനെ കളിയാക്കിയത്. ഒരു കാരണവശാലും പിണറായി സർക്കാർ ഷാജി എൻ കരുൺ സാറിനെ ഞാൻ വിളിച്ചത് അദ്ദേഹത്തിനുള്ള ബഹുമാനമുണ്ടാണ്, നിയമിക്കരുത്. അദ്ദേഹം കോട്ടിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്, പക്ഷേ അതിനെ സർക്കാർ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത് വേറൊരു വ്യാഖ്യാനമായിട്ട് വ്യാഖ്യാനിക്കും എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ പാർവതി തിരുവോത്ത് പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. പാർവതി തിരുവോത്ത് പറഞ്ഞത്, ഒരു സ്ത്രീ ചുമതല ഏറ്റു എന്ന് കരുതി, ഏൽക്കുന്നു എന്ന് കരുതി ലോകം അവസാനിക്കില്ല. IFFK അടുത്ത എഡിഷൻ ഡിസംബറിൽ ആദ്യവാരം നടക്കേണ്ട സമയം അടുത്തു കഴിഞ്ഞ് ഇനി ആകെ സെപ്റ്റംബർ ഒക്ടോബർ 2 മാസമേ ഉള്ളൂ. അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് ഒരു ചെയർപേഴ്സൺ വേണം. അത് നിലവിൽ രഞ്ജിത്ത് രാജിവെച്ചു. അപ്പോൾ പുതിയൊരാളെ വെച്ചേ പറ്റൂ. അപ്പോൾ ഈ 2 മാസത്തിനകത്ത് ഈ സിനിമകളെല്ലാം വിളിച്ചു വരുത്തി ഒരു ലോക സിനിമ ആഘോഷം ഫെസ്റ്റിവലായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളെ അതിൻ്റെ തലപ്പത്ത് വെക്കണം.
അതൊരു സ്ത്രീയാണെങ്കിൽ ഇന്ന് കേരള സമൂഹം അതിനെ കൂടുതൽ അംഗീകരിക്കും, പിണറായി സർക്കാരിനെ കൂടുതൽ അഭിനന്ദിക്കും. അപ്പോൾ അവിടേക്ക് പരിഗണിക്കാവുന്ന 2 പേരുകൾ ദീപിക സുശീലനും ബീന പോൾ വേണുഗോപാലുമാണ്. ഞങ്ങൾക്ക് അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ഒരു യുവരക്തം അതിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പം മന്ത്രിസഭയിൽ മാറ്റം വന്നതുപോലെ അക്കാദമിയുടെ തലപ്പത്തൊരു യുവരക്തം വരണമെന്നുള്ള ഒരൊറ്റ കാഴ്ചപ്പാടിൽ ഞങ്ങൾ പറയുന്നത് ദീപിക സുശീലിനെ തന്നെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കാൻ സർക്കാർ തയ്യാറാകണം. ഷാജി സാർ ദയവേത് മാറി നിൽക്കൂ പ്ലീസ് എന്നാണ് ഞങ്ങൾക്ക് പറയാൻ.